ആദ്യ പടമാണ്. ഈ പടത്തിന് ശേഷം എന്ത് പറയാൻ ബാസിയേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ചെയ്ത് തന്നെ ഏറ്റവും ഭയങ്കര ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു വെറൈറ്റി സിനിമ കേട്ടോ. ഒരു നമ്മൾ കാണുന്ന കഥയൊന്നും അല്ല, ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബംഗാളും കേരളം തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അങ്ങനെ കാണിച്ചേക്കുന്ന റോഡ് ഷോ പോലത്തെ ഒരു മൂവി. കുഴപ്പമില്ല, നല്ല പടം. എൻഗേജിങ് ആണ്, ഒന്ന് കാണാം, കുഴപ്പമില്ല. അല്ല, അവരുടെ നന്നായിട്ടുണ്ട്. അവർ നന്നായിട്ട് കുറച്ച് ബംഗാൾ സ്റ്റേജ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല കാണാൻ പറ്റിയൊരു പടം. ഫോട്ടോഗ്രാഫി ഇസ് വെരി ഗുഡ്. നല്ല തന്നെ, നല്ല പടമായിരുന്നു. 4 സംസ്ഥാനങ്ങൾ കണ്ടു. പിന്നെ നല്ല പാട്ട്, നല്ലായിരുന്നു. ഇഷ്ടമായി. തമാശ ഉണ്ടായിരുന്നു. എന്റർടൈനിങ് ആയിരുന്നു. എന്റർടൈനിങ് ആണ്. അടിപൊളി, സൂപ്പർ. നല്ല ഡയറക്ഷൻ ആയിരുന്നു കേട്ടോ, നല്ല ഡയറക്ഷൻ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നന്നായിട്ടായിരുന്നു. ഒട്ടും ബോറടിച്ച് ലാഗ് ചെയ്തില്ല. ഫുൾ ടൈം ചെയ്ത് കാണാൻ നല്ല മൂവിയായിരുന്നു. കണ്ടോണ്ടിരിക്കാൻ ഒട്ടും ബോറടിക്കില്ല. സൂപ്പറായിരുന്നു കേട്ടോ. നല്ല പടമായിരുന്നു. ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പടം. എല്ലാവർക്കും ഇഷ്ടമാവും. അഭിനയം വളരെ നന്നായിരുന്നു. പിന്നെ ഇതുവരെ കാണാത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. പടം അടിപൊളിയാ. വാസി പൊളിച്ച് നൈസ് പടം. അടിപൊളി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടം. വാസി അടിപൊളിയായിട്ട് അഭിനയിച്ചു. വാസി വേറെ മൂഡ് പടം, വേറെ ലെവല്, വാസി ലെവല്, നൈസ് പടം. എല്ലാരും വന്ന് ഈ പടം കാണട്ടെ, നൈസ് ആവട്ടെ. അടിപൊളി പടം, രക്ഷയില്ല. വാസി അതുക്കും മേലെ തകർത്ത് അടിപൊളി അഭിനയം, നൈസാണ്. പൊളി മൂഡ്, നൈസ് മൂഡ്. വാസി ആറാട്ടമല്ല, വേറെ മൂഡാണ്, നൈസ് മൂഡ്. എല്ലാരും വന്ന് ഈ പടം കാണട്ടെ, നൈസ് ആവട്ടെ. ഏത് മൂഡ്? പൊളി മൂഡ്. ഏത് മൂടാ? വേറെ മൂഡാണ്, അത്രേ ഉള്ളു. ഏത് മൂഡ്? പൊളി മൂഡ്. ഇടി മഴ കാറ്റ് നല്ലൊരു പടമാണ്. നല്ലൊരു അമ്പിളിയസ് രംഗൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതസ്ഥരെയും ഒന്നായി കാണണം എന്നും മറ്റും കാണിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും പാലക്കാട് ആ പ്രദേശത്ത് എടുത്തേക്കുന്ന ഈ സിനിമ പാലക്കാട് ഭാഷയും പിന്നെ നമ്മുടെ പ്രമുഖ അഭിനേതാക്കളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീനാഥ് വാസി ആണെങ്കിലും ചെമ്പൻ വിനോദ്, പിന്നെ അങ്ങനെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളുടെ സിനിമ. ഭയങ്കര ഭയങ്കരമായ സന്തോഷം. ആദ്യ പടമാണ്. ഈ പടത്തിന് ശേഷം എന്ത് പറയാൻ ബാസിയേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് ചെയ്ത് തന്നെ ഏറ്റവും ഭയങ്കര ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ട് ഒരാളും കൂടെ ഞങ്ങൾ 3 വിദ്യാർത്ഥികളാണ് ബാസിയേട്ടനോട് ചെയ്തിരിക്കുന്നത്. അപ്പം ചേട്ടൻ കാണാൻ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചു. ചേട്ടൻ വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് സ്ക്രീനിൽ ചേട്ടൻ്റെ കൂടെ കാണാൻ പോലും ഭയങ്കരമായ സന്തോഷമുണ്ട്. അത് ഞങ്ങൾ കറക്റ്റായിട്ട് ചേട്ടനുള്ള ഇതിലൊക്കെ ഞങ്ങളും ഉണ്ട്. അപ്പം അത്രയ്ക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പടം. ആ ഒരു ഇതായാലും ബാസ് ചേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോഴുള്ള ഒരു ഫീൽ അറിയാലോ. അത് കുമ്പളെങ്കിലും മാത്യു ചെയ്തപ്പം ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു ചേട്ടൻ്റെ കൂടെ. പക്ഷെ അത് ചേട്ടൻ്റെ കൂടെ സ്ക്രീനിൽ കണ്ടപ്പോൾ അതിനൊരു കറക്റ്റ് കാണാൻ പറ്റുന്നത് എങ്ങനെ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റുന്നു. അപ്പം എല്ലാവരും കാണണമെന്നാണ് പറയുന്നത്. ഇനിയും സിനിമകളിലേക്ക് നല്ല സിനിമയാണ്. വേറെ മോശം പറയാനൊന്നുമില്ല, നല്ല സിനിമയാണ്. നല്ല ക്യാരക്ടേഴ്സാണ് അവിടെ കൊണ്ടുവരിക്കുന്നത്. അതേപോലെ ഞങ്ങളുടെ ക്യാരക്ടറും അങ്ങനെയാണ്. ബാസിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു സിനിമയാണ്. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. പടം നല്ല രസമുള്ളൊരു പടമാണ്. കുറച്ച് നാളിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇടിമഴ കാറ്റ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഒരു വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഉള്ളൊരു പടമാണ്.
അപ്പം ഈവൻ ചെമ്മചേട്ടനൊക്കെ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറും പെർഫോമൻസും ഒക്കെയാണ് ഇതിനകത്ത്. ഒത്തിരി സന്തോഷം. പിന്നെ ഓബിയസ്ലി നമ്മൾ ഇവിടെ ബംഗാളി ആക്ടേഴ്സിനെ കാണിക്കുമ്പോൾ, ബംഗാളി ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ ഇവിടുന്ന് തന്നെയുള്ള ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ബംഗാളി ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ബംഗാളിൽ നിന്ന് തന്നെയുള്ള തിയേറ്റർ ആക്ടേഴ്സ് ഒക്കെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ അവരെല്ലാവരും എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നല്ലൊരു സിനിമയായിരുന്നു. താങ്ക് യു.